ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ബോണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കൊരു 3-4 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ വലിയുള്ളിയായിരുന്നു, അതാണ് അളവ് കുറവ് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പം ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലൻ്റെ പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ പച്ചമുളക് ചേർക്കാൻ മറന്നു പോകണ്ട, എന്നോട് പച്ചമുളക് ഇതിൽ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് അല്പം കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ ബോണ്ടൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുരുമുളകിൻ്റെ പൊടി കുറച്ച് കൂടുതൽ ചേർത്തോളൂ കേട്ടോ ഈ മസാലയിൽ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1.5 കപ്പ് മൈദപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു കട്ടിയുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത് ബോണ്ടയ്ക്ക് വേണ്ടി. അപ്പം ആ ഒരു രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു പരിവാണ് കേട്ടോ നമുക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി ഞാൻ മസാലയൊക്കെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് മൈദമാവിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം പൊരിച്ചെടുക്കാനായിട്ട്. ഞാൻ എല്ലാ റെസിപ്പീസും ഏകദേശം ഹൈ ഫ്ലെയിമിലാണ് പൊരിച്ചെടുക്കാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു ഭാഗം ആയതിനു ശേഷം മറിച്ചിട്ടിട്ട് വേവിക്കുക. അപ്പം അടിപൊളിയായിട്ടുള്ള ബോണ്ട റെസിപ്പിയാണ്. എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബാച്ചും കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്